വെൽക്കം ബാക്ക്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഞാൻ എൻ്റെ ഈ ഫ്രെയിമും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ഇത് വേറൊന്നുമില്ല, എൻ്റെ ഒരു പഴയ ഡ്രോയിങ്. പഴയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 വർഷം മുന്നേ ഉള്ളത്. ഇതെന്തിനാ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് ലൈഫിൽ ഞാൻ കുറേ നാളായിട്ട് പെയ്ഡ് വർക്ക് കുറച്ച് പെയ്ഡ് വർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു എത്തിൻ്റെ പണിയാണ് ഈ ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ ഓർമ്മയ്ക്ക് സൂക്ഷിച്ചിരുന്നത്. അതായത് ഇനി ഇതുപോലത്തെ ഒരു പണി കിട്ടാതിരിക്കാനായിട്ട് ഞാൻ അതിൻ്റെ ഓർമ്മയ്ക്ക് സൂക്ഷിച്ചിരുന്നത് ഇത്രയും വർഷം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഇത് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ നടത്താൻ പറ്റാതെ ഷെയർ ചെയ്യണം. വേറെ ഒന്നുമല്ല, ഒരു 3 വർഷം മുന്നേ എനിക്ക് വൈറൽ ഫീവർ പിടിച്ചിരുന്ന ടൈമായിരുന്നു. തീരെ വയ്യായിരുന്നു, ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ചിരുന്ന ടൈമായിരുന്നു. ആ ടൈമിന് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് എനിക്ക് വർക്ക് കിട്ടുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ്. അവൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു വർക്ക് ഉണ്ട്, അവൻ എനിക്ക് വർക്ക് കിട്ടാൻ ആലോചിച്ചിട്ടാണ് എന്നെ വിളിച്ച് പറഞ്ഞു. അവൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരിക്ക് മാനേജ് നോക്കാൻ ഒന്നാമത്തെ കാര്യം ഇത് തലേ ദിവസം, അതായത് ഈ കല്യാണത്തിന് തലേ ദിവസമാണ് എനിക്ക് വർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം A3 സൈസ് വലിയ ഡ്രോയിങ് എനിക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ? A3 സൈസിൽ അത് 2 പേരെ വരയ്ക്കണം. എത്രത്തോളം ടൈം എടുക്കുമെന്ന് അറിയാവുന്ന കാര്യം. സാധാരണ ഞാൻ ഈ ഇങ്ങനെ ഇത്ര വലിയ വർക്ക് ചെയ്യാൻ 3 ദിവസം എടുക്കാറുണ്ട്. 3 ദിവസം എടുത്തിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ ടൈമിന് എന്നെ വിളിച്ചിട്ട് തലേ ദിവസം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നാം കാര്യം ഇത്രയും ടൈം കൊണ്ട് പറ്റത്തില്ല, രണ്ടാം കാര്യം എനിക്ക് വയ്യ, തീരെ വയ്യ, എന്നെ കഴിക്കുന്നത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എങ്ങനെ പെൻസിൽ വെച്ച് വരയ്ക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരിക്ക് എന്തെങ്കിലും ചെയ്തതാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് വെച്ചിട്ട് ഞാൻ വർക്ക് ഏറ്റെടുത്തിട്ട് ഞാൻ നൈറ്റ് ഫുൾ ആലോചിക്കണം. എനിക്ക് തീരെ പെൻസിൽ പിടിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഉള്ള റിസ്ക് ഞാൻ പറഞ്ഞു, എനിക്ക് കൈ ചെയ്യുന്നുണ്ട്, എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ പിന്നെ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ടായതുകൊണ്ട് ഞാൻ അഡ്വാൻസ് പേയ്മെൻറ്റ് പോലും ഞാൻ വാങ്ങിച്ചില്ല. ഒന്നാമത്തെ കാര്യം ഞാനത് എൻ്റെ ഒരു ഏകദേശം ഞാൻ ഒരുപാട് അങ്ങനെ വർക്കൊന്നും ചെയ്ത് കൊടുക്കുന്ന ടൈമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പേയ്മെൻറ്റ് ഞാൻ വാങ്ങിച്ചത്. ഒന്നാമത് എനിക്ക് ഒരുപാട് പേയ്മെൻറ്റ് വാങ്ങുന്ന ചോദിച്ച് വാങ്ങിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് ഓർമ്മയില്ല, 700 രൂപ 600 എന്താണ് ഞാൻ ഈ വർക്കിൽ പറഞ്ഞിട്ടുണ്ട്. അത്ര ഒരു പേയ്മെൻറ്റ് കുറച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ടൈം. അപ്പോൾ ഞാൻ ഒരു വിശ്വാസത്തിന് പുറത്ത് അഡ്വാൻസ് പേയ്മെൻറ്റ് പോലും വാങ്ങിച്ചിട്ടില്ല. പേയ്മെൻറ്റ് വാങ്ങിക്കാതെ നൈറ്റ് ഫുൾ ഞാൻ ഇരുന്ന് ആ വരയ്ക്ക് വെച്ചിട്ട് നൈറ്റ് ഫുൾ ഇരുന്ന് വെളുപ്പിനാണ് കൃത്യമായിട്ട് ഡ്രോയിങ് വരച്ചിരുന്നത്. ഇവർ വൈകിട്ടാണ് കൊടുക്കുന്നത്. വെളുപ്പിനാണ് ഞാൻ ഇത്രയും ടൈമിൽ ഡ്രോയിങ് വരച്ച് തീർത്ത് പോട്ടെ. എൻ്റെ കയ്യിൽ കാശ് മുടക്കി ഇവർ രാവിലെ വന്ന് വാങ്ങുന്നത് എനിക്ക് പറഞ്ഞതാണ്. എൻ്റെ കയ്യിൽ കാശ് മുടക്കി ഞാൻ കൊണ്ടുപോയി ഫ്രെയിം ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കുട്ടികളോട് പറഞ്ഞത് എന്തോ മാരേജിനുള്ള ടൈം എന്തോ ആയി, നീ വരാൻ പറ്റില്ല എന്തോ പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചിട്ട് ഇവർ ഫോൺ എടുക്കത്തില്ല, ബ്ലോക്ക് ചെയ്തിട്ട് പോയി. അതാണ് ഉണ്ടായത്. എൻ്റെ കയ്യിൽ ഒന്നാമത്തെ കാര്യം ഇത്രയും മെനക്കെട്ട് വർക്ക് ചെയ്തതിന് ക്യാഷ് കിട്ടില്ല. രണ്ടാമത്തെ കാര്യം എൻ്റെ കയ്യിൽ നിന്ന് ഒന്നാമത് ഞാൻ അന്ന് നമ്മളെല്ലാം സാധാരണ നമ്മുടെ കയ്യിൽ ഒരുപാട് കാശ് ഒന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ചിലവാക്കി ഞാൻ ഫ്രെയിം ചെയ്യിച്ചു, അതിൻ്റെ കാശ് കിട്ടില്ല. അതും പോരാത്തതിന് ഞാൻ ഈ വർക്ക് രാത്രി ഫുൾ സ്ട്രെയിൻ ചെയ്ത് ഒറ്റ ഇന്നത്തെ നിന്നേക്കാതെ ഞാൻ വരച്ചത്. ഇത്രയും സ്ട്രെയിൻ ചെയ്തതിന് വേണ്ടി നല്ല വലിയൊരു എമൗണ്ട് എനിക്ക് ദിവസം ഹോസ്പിറ്റലിൽ ചെയ്യാം. കാരണം ഹോസ്പിറ്റലിൽ ആയി കാരണം വയറിൽ അറിയാലോ, എനിക്ക് ബെഡ് പോലും എനിക്ക് അവസ്ഥയായി. എനിക്ക് അത്രയും വലിയ എമൗണ്ട് അവിടെ ചിലവായി. ഇത്രയും കഷ്ടപ്പെട്ടിട്ടും അത് പറഞ്ഞു പറ്റുന്ന ഒരു കാര്യമില്ല. അറ്റ്ലീസ്റ്റ് അവർക്ക് നേരെ എനിക്ക് മുന്നേ ഞാൻ ഫ്രെയിം ചെയ്തതിന് മുന്നേ അല്ലെങ്കിൽ ഞാൻ വരച്ച പകുതിയായപ്പോഴും എന്നോട് പറയുന്നത് വേണ്ടായിരുന്നു ഉള്ളത് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവർ 2 പേര് സെപ്പറേറ്റ് ഫോട്ടോ തന്നിട്ടാണ് ഒരു ചാക്കി ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത്. എൻ്റെ വർക്കിൻ്റെ റേഞ്ച് എങ്ങനെയാണ് എല്ലാം കണ്ടിട്ടാണ്. ഇപ്പോൾ വരയ്ക്കുന്നത് അത്ര മെട്രോ ഇല്ലായിരുന്നു കാര്യം പറയാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ പോയി പഠിച്ചതല്ല. അപ്പോൾ എനിക്ക് എൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് പഠിച്ചത് അതിനും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ വർക്ക് തന്നത്. എന്നിട്ട് 2 പേര് ഒരു ചാക്ക് വരയ്ക്കാനുള്ള ഞാൻ എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇവർ വന്ന് വാങ്ങിച്ചിട്ടില്ല. ഈ ചെറുക്കനെ പിന്നെ ഞാൻ കാണിക്കുന്നത് ഇവർ ചിലപ്പോൾ മേബി ഇവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവർക്ക് ഇതേപറ്റി ഒരു ഇത് കാണില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർക്ക് ഇതുമായിട്ട് ചിലപ്പോൾ ബന്ധം കാണത്തില്ല. പിന്നെ ആ കുട്ടി ഇപ്പോൾ ഈ വർക്ക് കുട്ടി ഇപ്പോൾ കാണുന്ന ഒരു കാര്യം പറയാം. എനിക്ക് ആരും ഹേർട്ട് ചെയ്യില്ല. ഞാൻ പേഴ്സണലി ആരും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. പിന്നെ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയുള്ളൂ, ഞാൻ ഇതുപോലെ പറഞ്ഞ് പറ്റിക്കരുത്. കാരണം നമ്മൾ സ്വന്തമായിട്ട് എത്ര കഷ്ടപ്പെട്ട് നമുക്ക് അതിനുള്ള ഇത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് വിഷമം മനസ്സിലാക്കും. ഞാൻ ഇതുപോലെ പറ്റിക്കരുത്. കാരണം നിങ്ങളാണെങ്കിലും ശരി ഒരു മാസം കൂടുതൽ കമ്പനി പോയി വർക്ക് ചെയ്ത് 1 രൂപ പോലും നിങ്ങൾക്ക് സാലറി ആയാലും നിങ്ങൾക്ക് എത്രത്തോളം വിഷമമാവും. അപ്പോൾ ആ ഒരു വിഷമത്തെ പറ്റി ആലോചിക്കാം. അപ്പോൾ എനിക്ക് അത്രയും ഇപ്പോൾ ഈ ഒരു ഡ്രോയിങ് ഞാൻ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് എല്ലാവരോടും പറഞ്ഞുകൂടാ എന്ന് തോന്നും. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഇത്രേ ഉള്ളൂ. ഇനിയെങ്കിലും ആരും ഇവിടെ പറ്റിക്കരുത്. നമ്മൾ വർക്ക് കൊടുക്കാൻ നമുക്ക് വേണ്ടെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് അവരോട് മുന്നേ പറയാം. അതല്ലെങ്കിൽ പിന്നെ വർക്ക് എടുക്കുന്ന ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങാം. ഞാൻ അത് ശേഷം എല്ലാവരും അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ട് മാത്രമേ ഡ്രോയിങ് ചെയ്ത് കൊടുക്കുള്ളൂ. ഒരു പണിയിട്ട് എനിക്ക് സമാധാനം. ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.